കേരളത്തിൽ NDA മുന്നണി ശക്തമായി രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് ഇക്കുറി ഒരുപക്ഷെ തൂക്ക് സഭയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നും പലരും കണക്ക് കൂട്ടുന്നുണ്ട്. ഇനി അതല്ല, ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നാൽ പോലും ഒരു വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അതേ അവസ്ഥ തന്നെ ആയിരിക്കും ഇവിടെയും സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. ഇനി LDF വരുന്നതെങ്കിൽ പോലും അവർക്കും വലിയ ഭൂരിപക്ഷ പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ്. തൂക്ക് വരുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഏതെങ്കിലും ഒരു സഖ്യകക്ഷിക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും തന്നെ. BJP പക്ഷേ ഒരു 4-5 സീറ്റുകളൊക്കെ BJPക്ക് നേടാം. അവന്മാരുള്ളിൽ നിന്ന് വലിച്ചിട്ട്, ഞാനിപ്പം കേട്ട നിയമത്തിൽ ഉള്ളിൽ വലിച്ചു നിന്നാണ് ഞാനിപ്പം കേട്ടത്. എനിക്ക് അതറിയില്ല, രാവിലെ കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അവരങ്ങനെ വലിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് 4-5 സീറ്റുകളൊക്കെ ജയിക്കാൻ പറ്റും BJPക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കൊന്ന് UDF ഇപ്പോഴത്തെ ഒരു നമ്മൾ ഇലക്ഷൻ്റെ അന്നത്തെ, ഞാൻ വളരെ കാലത്ത് ഞാൻ പൊതുവെ ഇലക്ഷൻ്റെ അന്ന് ഞാൻ TV മുന്നിൽ ഇരിക്കാറില്ല. പക്ഷെ അന്ന് ഞാൻ എൻ്റെ ഫുൾ ടൈം TVയുടെ മുന്നിൽ ഉണ്ടായിരുന്നു, ഇരിക്കേണ്ടി വന്നു. അന്ന് ട്രെൻഡൊക്കെ ആണ് UDF ആണ് വരുന്നതെങ്കിൽ നല്ല മെജോറിറ്റി ഉണ്ടാവും. UDF ആണ് വരുന്നതെങ്കിൽ. ഇപ്പോൾ LDF ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് 75 അതൊക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJPക്ക് സാധ്യത കൂടും, 4 സീറ്റ്. പക്ഷേ ഈ തൂഫാൻ അടിക്കുന്ന UDF തരംഗം വന്നാൽ BJPൻ്റെ സാധ്യത പോകും. കാരണം BJP കിട്ടേണ്ട വോട്ട് അവിടെ നിന്ന് കിട്ടേണ്ട വോട്ടാണ്. അപ്പോൾ തൂഫാൻ അടിക്കുന്ന ജനവികാരം പണ്ടാറടക്കേണ്ടതെന്ന് വിചാരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്താൽ ഇത് പോകും. തൂക്ക് മന്ദസാവെന്നൊക്കെ അത് കഴിഞ്ഞോണം നമ്മൾ സുരേന്ദ്രൻ പറഞ്ഞ പോലെ 35 സീറ്റിട്ട് ഞങ്ങൾ ഭരിക്കും എന്ന് പറയുന്ന പോലെ ഉള്ള സാധനമാണ്. അതിൽ കാര്യമൊന്നുമില്ല, അങ്ങനെ വരാൻ സാധ്യത ഇപ്പം കുറവാണ്. പിന്നെ ഈ പറയുന്ന BJPക്ക് എതിരായിട്ട് വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ FCR കൊണ്ടുവന്നത്, ആ സമയത്ത് അത് കിട്ടാവുന്ന കുറേ ക്രിസ്ത്യൻ വോട്ടുകൾ അകറ്റും. എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ BJP ഇലക്ഷൻ നേരിടുമ്പോൾ കേന്ദ്രം എങ്ങനെ എന്തെങ്കിലും എടുത്തത്? ഇനിയിപ്പോൾ KC വേണുഗോപാലാണോ അമിത്ഷാനെ നിയന്ത്രിക്കുന്നത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അമിത്ഷായാണ് KCനെ നിയന്ത്രിക്കുന്നത്, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ. ഇപ്പം തിരിച്ചു പറയേണ്ട അവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണ് അവർ ഇപ്പം രാജീവ് ചന്ദ്രശേഖരനോടൊക്കെ ആലോചിച്ചിട്ടായിരിക്കുമല്ലോ ശരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ആലോചിക്കണമല്ലോ. ഒരു ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് എന്തിനാണ് ഇത് എടുത്തത്? അപ്പം കേരളത്തിൽ ഈ രീതിയിൽ BJP രക്ഷപ്പെടണമെന്ന് കേന്ദ്രം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും സെൻകുമാറൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ക്രിസ്ത്യാനികളെ ഒന്നും അങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല, അവർ മതപരിവർത്തനമായിട്ട് നടക്കുന്നവരാണ്. നിങ്ങളീ പറയുന്ന സിറിയൻ ക്രിസ്ത്യാനികളിൽ 6% ഉള്ളൂ. ഇവർ പറയുന്നത് പെന്തക്കോസ്ത് 6%, CSI 6%, ഇവർ 6%. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ഈ പറയുന്ന 12-18% വരുന്ന മുപ്പുള്ളൂ. അപ്പം നിങ്ങൾ ഈ പറയുന്ന സിറിയൻ ക്രിസ്ത്യൻ സഭയെ ആണ് നിങ്ങൾ നിങ്ങൾ അപ്പീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടേതായ ലൈനുണ്ട്. അവർക്ക് നിങ്ങൾ വിചാരിച്ച പോലെ കിട്ടില്ല. അതേസമയം നിങ്ങൾ വിശ്വകർമ്മജരും ദീപരരും കൂടി കഴിഞ്ഞാൽ ഇവിടെ 6% ഉണ്ട്. അവർ ഫോൺ ചെയ്താൽ നിങ്ങൾ എടുക്കില്ല എന്നൊക്കെ സെൻകുമാർ ഇന്നലെ പറയുന്നുണ്ട്. എനിക്കറിയില്ല എത്ര നിജസ്ഥിതിയുണ്ട്. പക്ഷേ ആ രീതിയിലാണ് BJP സെൻട്രൽ ലീഡർഷിപ്പ് ഇപ്പം ശ്രമിക്കുന്നത് എന്നൊരു ആലോചിക്കുക. അല്ലെങ്കിൽ ഇപ്പം എന്തിനാണ് ഇലക്ഷൻ്റെ തലേന്ന് എടുത്തിരുന്നതെന്നില്ല. ഇനി ഇങ്ങനെ സാധനം വന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഞങ്ങൾ സേവ് ചെയ്യും എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾ മണ്ടന്മാരൊന്നുമല്ല. അതാണ് ജോസ് കെ മാണി ചോദിച്ചിരുന്നത്. അപ്പം ഇത് കൊണ്ടുവരണ്ടല്ലോ. അതോ വിരട്ടലാണെങ്കിൽ അത് ക്രിസ്ത്യാനികളുടെ നടക്കില്ല, മുസ്ലിംസിൻ്റെ ഇടയിൽ ചിലപ്പോൾ നടന്നു വരും. അവർ പക്ഷേ മുസ്ലിംസ് ആത്മാഭിമാനം കൊണ്ട് തോറ്റു കൊടുക്കാൻ സമ്മതിക്കില്ല. മറ്റവരാണെങ്കിൽ അവരുടെ ഇത് നടക്കില്ല, അതാണ് ഒരു കാര്യം. അപ്പോൾ അതാണ് ജോസ് കെ മാണി ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? അത് ജോസ് കെ മാണി ചോദിച്ചാൽ സത്യമല്ലേ? ഞങ്ങളാണ് രക്ഷപ്പെടുത്താനുള്ളൂ. അപ്പോൾ അമിത്ഷാജി ഞങ്ങളോട് ചോദിക്കില്ലേ, നിങ്ങളന്ന് സഹായിച്ചിട്ട് പകരം അവരെന്താണ് ചെയ്തതെന്ന് അമിത്ഷാജി ചോദിക്കും എന്ന് ഷോൺ പറയുന്നത് കേട്ടു. അവർന്നപ്പാണ് ജോസ് കെ മാണി തിരിച്ചു ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനത് കൊണ്ടുവന്നു? നിങ്ങൾ എന്നെ കൊണ്ടുവന്നു, നിങ്ങൾ എന്നെ പരിഹരിക്കുന്നു, അത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചെന്നാണ് ജോസ് കെ മാണി. അത് സത്യമാണ്. ജോസ് കെ മാണി അങ്ങനെ സെൻസിബിളായി സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അത് അന്ന് കൊള്ളായിരുന്നു. അങ്ങനെ പോബിളതിൻ്റെ നടുവ് കിടക്കുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ വിരട്ടലൊന്നും അവരുടെ അടുത്ത് നടക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീയും ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിങ്ങൾ വിരട്ടലും കൊണ്ട് വന്നിട്ട് കാര്യമില്ല, നടക്കില്ല. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തൂക്കുസഭ വരില്ല എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. UDFന് ഈ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ ആ വോട്ട് മുഴുവൻ എങ്ങോട്ടേക്ക്? ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമാണെങ്കിൽ അത് അതിശക്തമായ UDF തരംഗത്തിന് കാരണം UDF തരംഗത്തിലേക്ക്. പക്ഷെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 30 മണ്ഡലങ്ങളുണ്ട്. 30 മണ്ഡലങ്ങളിൽ അത് കുറച്ച് ചില സ്ഥലങ്ങളിൽ BJP അതിന് ആനുകൂല്യം കിട്ടും എന്നല്ലാതെ
ജനങ്ങൾ അങ്ങനെ ആലോചിച്ചു. BJP അതിനുള്ള കെൽപ്പില്ലല്ലോ. അപ്പം BJP ശക്തമായ ത്രികോണം 30 പറയുന്നുണ്ടെങ്കിൽ പോലും BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തെ BJPക്കാർക്ക് ജനങ്ങൾ ആ രീതിയിൽ വോട്ട് ചെയ്തു. അപ്പോൾ ചാത്തന്നിന് വരും. കാസർഗോഡ് 2 മണ്ഡലങ്ങൾ, കാസർഗോഡും മഞ്ചേശ്വരം, തിരുവനന്തപുരത്തെ 3-4 മണ്ഡലങ്ങൾ, അങ്ങനെയുള്ള തൃശ്ശൂരുള്ള 2-3 മണ്ഡലങ്ങൾ, പിന്നെ അതുപോലെ ഷോണ് നമ്മളെ അനൂപ് ആന്റണി, തിരുവല്ല, അത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അവിടെയൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് അവർക്ക് അനുകൂലമായി ചിന്തിച്ചത് വരും. ബാക്കിയൊന്നും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ഇപ്പോൾ പിണറായിക്കെതിരെ അങ്ങനെ വികാരം ഉണ്ടെങ്കിൽ പിണറായിക്ക് ഒരു പണി കൊടുക്കാൻ ആർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുക? അത് കോൺഗ്രസിനാണ് നിലവിലുള്ള സാഹചര്യം. പിന്നെ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ വൺസ് അവർ ക്യാമ്പയിൻ തുടങ്ങി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായതിനു ശേഷം കോൺഗ്രസ് പ്രോബ്ലം ഇല്ല. അവർ അതിശക്തമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ കോൺഫിഡൻസ് ഉണ്ട്. LDFന് പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ ഒന്ന് ഗോവിന്ദൻ മാഷ് മീഡിയനെ കാണുന്ന നിർത്തി ശരിക്കും ഡിഫെൻസീവ് എന്നുള്ള ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സ്വരാജ് പത്രസമ്മേളനം അതേ കൈയടിക്കുന്ന പാർട്ടിക്കാരാണ്. അവരെ വോട്ട് പാർട്ടിക്കേ കിട്ടുള്ളൂ. പുറത്തുള്ളവൻ്റെ വോട്ട് കിട്ടണ്ടേ? സ്വരാജിന് കാരണം പുറത്തുള്ളവന്മാരെ വോട്ടിട്ടെന്ന് എനിക്കൊന്നുമില്ല. പുറത്തുള്ളവന്മാരെ വോട്ടിട്ടെന്നെ അങ്ങനെ വേറെ ആരെങ്കിലുമൊക്കെ സംസാരിക്കണം. കുറച്ചും പൊതുസമൂഹത്തിന് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ. BJP ഇപ്പോൾ അമിത്ഷാ സംസാരിച്ചു കഴിഞ്ഞാൽ അമിത്ഷാ വോട്ട് എടുത്തിട്ട് റോഡ് ഷോ നടത്തിയിട്ട് എന്ത് കാര്യമാണ്? അത് BJPക്കാരെ വോട്ടേ കിട്ടും. അത് വേറെ രീതിയിലുള്ള ഔട്ട് റീച്ച് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ CPMന് എനിക്ക് തോന്നുന്നത് CPM തോൽക്കുകയാണെങ്കിൽ LDF തോൽക്കുകയാണെങ്കിൽ അതിന് കാരണം അവരുടെ ലാസ്റ്റ് മിനിറ്റിൽ അവരുടെ മാനേജ്മെൻറ്റ് പാടിയിട്ടുണ്ട്. മീഡിയ മാനേജ്മെൻറ്റ് പാടിയിട്ടുണ്ട്. ഹൈപ്പ് പാടിയിട്ടുണ്ട്. അപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ തുടർഭരണത്തിനെതിരെ നിന്ന ജിഷ കേസാണ്. ആ സമയത്ത് മീഡിയ മൊത്തം അതായത് ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ശക്തമായിരുന്നു. അപ്പോൾ അതുപോലെ ലാസ്റ്റ് നിമിഷം ഇവരുടെ മീഡിയ മാനേജ്മെൻറ്റ് മീഡിയ എൻ്റയർലി എതിരായി. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ തവണ അതിൻ്റെ മുമ്പ് തവണ CPM ആയിരുന്നു. ഇത്തവണ മൊത്തം മീഡിയ. അപ്പോൾ അവിടെ റിപ്പോർട്ടർ ചാനലിൽ ഞാൻ പോലും കാണാറില്ല. അവരെന്ത് കൊടുത്തുന്നറിയില്ല. ഏഷ്യാനെറ്റ് ആണെങ്കിലും മാതൃഭൂമിയാണ്, മനോരമയൊക്കെ ആണെങ്കിലും മാതൃഭൂമി എടുക്കുന്ന താളം ചവിട്ടാൻ നോക്കിയെങ്കിൽ പോലും പൊതുവെ ഏഷ്യാനെറ്റ് ആണല്ലോ പൊതുവെ കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പം മീഡിയ പൊതുവെ വളരെ ശക്തമായ LDF പോലെ എനിക്ക് തോന്നുന്നു. അതിന് കാരണങ്ങളും ഉണ്ടാവും. എല്ലാം ഒരു സമഗ്രാധിപത്യത്തെ അണ്ടറിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എസ്പെഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്ന മീഡിയ ഹൗസുകളത് സമ്മതിക്കില്ല. ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രശ്നം അതാണ്. ഏഷ്യാനെറ്റ് ആരെയും കൂസാത്തൊരു മീഡിയ, രാജീവ് ചന്ദ്രശേഖരനെ ആരെയും കൂസാത്തതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടായിരിക്കാം ഞാൻ CPM സാധനം മീഡിയയിൽ കണ്ടു. അല്ല, BJP ഇപ്പോൾ ഒരു 30ഓളം മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം വരുന്നുണ്ടെങ്കിലും അവർ പിന്നെ വിജയത്തോളം എത്തുന്ന ഒരു പരാജയത്തിലേക്കായിരിക്കും പല മണ്ഡലങ്ങളിലും അതായിരിക്കും അവരതിശക്തമായ സെക്കൻഡൊക്കെ ആയിട്ട് വരാൻ സാധ്യത. പക്ഷേ ഈ കൊല്ലത്ത് പല മേഖല ഈഴവരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ഒഴുക്കി BJPയിലോട്ട് മാറിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലും ഉണ്ടല്ലോ അത്. ആലപ്പുഴ കൊല്ലം ബെൽറ്റിൽ തൃശ്ശൂരും ഉണ്ട്. തൃശ്ശൂർ പക്ഷേ വേറൊരു കളിയാണ്. തൃശ്ശൂർ ഹിന്ദുക്കളായിരിക്കും മണ്ടന്മാർ. അവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. പക്ഷെ അവരെ വിചാരം അവർ ന്യൂനപക്ഷമാണ്. കാരണം അവർക്ക് ഈ മണി മൈറ്റ് കുറവാണല്ലോ. കാശ് കാണിക്കുന്ന മൊത്തം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. അതിൻ്റെ പ്രോബ്ലമാണ്. നിങ്ങൾ നോക്കി ഇവിടെ കേരളത്തിൽ ഗുണ്ടകളെടുത്ത് ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ ഹിന്ദു കമ്മ്യൂണിറ്റി. അത് ഒരു പ്രത്യേക സമുദായത്തെയാണ്. അതായത് പേര് ഞാൻ പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഗുണ്ടകളാവുന്നത്? എന്തുകൊണ്ടാണ്? അംബീഷനും ഉണ്ട്, പ്ലസ് എന്നാൽ അതിനുള്ള മീൻസ് ഇല്ല. അതാണ് ഗുണ്ടകളാവുന്നത്. ഇതൊരു പ്രോബ്ലമാണ്. വലിയൊരു വിഷയമാണ്. പ്രധാനമായിട്ട് ഡ്രഗ് കേസുകൾ നിങ്ങൾ എടുത്തു. ഡ്രഗ് കേസുകളിൽ ഏറ്റവും കൂടുതൽ കിങ് പിൻ ആയിട്ടുള്ള ഒരു പ്രത്യേക സമുദായക്കാരാണ്. ആ സമുദായക്കാരെ ഞാൻ പറയുന്നത്. പാലാ ബിഷപ്പ് പറഞ്ഞ പോലെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു നോക്കി അങ്ങ് അച്ഛൻ പറഞ്ഞ പൂർണ്ണമായി ശരിയൊന്നുമല്ല. അതിൽ വേറൊരു വിഭാഗമാണ് അതിൻ്റെ കിങ് പിൻ ആയിട്ടുള്ളത്. അപ്പോൾ BJP ഒരു 4-5 സീറ്റിൽ വിജയിച്ചാൽ നിർണായക ശക്തിയായി മാറും എന്നല്ലേ? അതാണ് 4 രണ്ടെണ്ണത്തിൽ ജയിച്ചാൽ ശോഭാ സുരേന്ദ്രനൊക്കെ ജയിച്ച് കിട്ടിയാൽ മതി. വിവരറിയും. ശോഭാ സുരേന്ദ്രനൊക്കെ ജയിച്ച് നിയമസഭയിൽ എത്തിയാണ്ടല്ലോ. അല്ലേ തന്നെ അവരിങ്ങനെ ഒപ്പം കൂടി കിട്ടി അങ്ങനെ ഉണ്ടാവും. ശോഭാ സുരേന്ദ്രൻ ഉള്ളിൽ കളിയുണ്ട്. എനിക്ക് അന്നാ പണവിതരണം നടത്തിയ ഒരു ഉള്ളിലുള്ള കളിയാണ്. അവർ ഏതൊരു ലേഡീനെ വിളിച്ച് തെളിവ് എന്നൊക്കെ കേട്ടെ. സത്യമായിരിക്കും. ഇത്രമാത്രം ശത്രുക്കൾ ശോഭാ സുരേന്ദ്രൻ. അത് കാണിക്കുന്ന അവരെ പൊട്ടൻഷ്യലാണ്. ഉള്ളിലും പുറത്തും ശോഭേനെ ആളുകൾ പേടിക്കുന്നുണ്ട്. അതാണ് അവരുടെ പ്ലസ് പോയിന്റ്.